അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലുലു മാളിലേക്കാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടിക്ക് നാളെ സ്കൂൾ വർക്കാണ്. അപ്പോൾ സ്റ്റഡി ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഡാമേജ് ആയിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഹൈവേയിൽ കയറിയിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് ലുലു മാൾ പോയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ ഫ്രണ്ട് എത്താറായിട്ടുണ്ട്. ലുലു മാളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ തൃശ്ശൂർ റൂട്ടിലാണ് വരികയാണെങ്കിൽ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകണം. കിണാശ്ശേരി ആ റോഡ് പോയി പാലത്തു നിന്ന് റൈറ്റ് എടുത്ത് പിന്നെ ലുലു മാളിലേക്ക് വരാം. അപ്പോൾ ലുലു മാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലുലു മാളിൻ്റെ പാർക്കിങ്ങിലേക്ക് പോവാം. ബൈക്കിന് പ്രത്യേകം പാർക്കിങ്ങാണ്. കുറേ നോക്കി എല്ലാം ഫുള്ളാണ്. ലാസ്റ്റ് ഒരു പാർക്കിംഗ് കിട്ടി, അത് പാർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞ സാധനം ഇതാണ്, സ്റ്റഡി ടേബിൾ. ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു, അപ്പോൾ കൊണ്ട് കൊടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ എൻട്രൻസിലേക്ക് പോവാണ്. അപ്പോൾ എൻട്രൻസിൽ തന്നെ കസ്റ്റമർ സർവീസ് ഉണ്ടായിരുന്നു. അവൻ്റെ ചോദിച്ചു എന്താണ്, അപ്പോൾ അവർ പറഞ്ഞു സെക്കൻഡ് ഫ്ലോറിൽ പോയാൽ അവിടെ സംസാരിച്ചാൽ മതി പറഞ്ഞു. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലുലു മാളിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, ഞായറാഴ്ച കാരണം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. കസ്റ്റമർ കെയറിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയപ്പോൾ ഒരു കലാകാരനെ കണ്ടു കേട്ടോ. കലാകാരൻ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ആൾ വന്നു. ആൾ ഞങ്ങളെ കൊണ്ടുപോയി എവിടേക്കാണ്, സാധനമുള്ള സൈഡിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആലത്തൂരിന്ന് 2 സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഓടുകയാണ് സംഭവം. ഞങ്ങൾ സ്റ്റഡി ടേബിൾ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ അവിടെ സ്റ്റഡി ടേബിൾ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ റൗണ്ട് അടിക്കുകയാണ്. നല്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആ ഡാമേജ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് നോക്കി ഞങ്ങൾ എല്ലാം ക്ലിയർ ആക്കിയിട്ട് എടുത്തത്. പിന്നെ സാധനം ഓക്കെയാണ് പറഞ്ഞപ്പോൾ ഞങ്ങൾ എടുത്തു, തെറിച്ചു. പിന്നെ പോണ വഴിയിൽ വാച്ചിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ അവിടെ വയലിംഗ് ഉണ്ടായിരുന്നു. ആ വയലിങ്ങോടെ എൻ്റെ ബ്ലോഗ് അവസാനിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.